സ്വാഗതം. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ വാർത്തയാണ് സ്പോട്ട്ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടുകുളം സ്വദേശി ദീക്ഷിത്തിന്റെ ഭാര്യ വൈഷ്ണവിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ദീക്ഷിത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. വൈഷ്ണവിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആശുപത്രിയിൽ എത്തിയതും വൈഷ്ണവി മരിച്ചിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മകളാണ് വൈഷ്ണവി. 1.5 വർഷം മുൻപായിരുന്നു വൈഷ്ണവിയും ദീക്ഷിത്തും തമ്മിലുള്ള വിവാഹം. വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. അനുമോദ്, 1.5 വർഷം മുൻപാണ് ഈ വൈഷ്ണവിയും ദീക്ഷിത്തും തമ്മിലുള്ള വിവാഹം നടന്നത്. പക്ഷെ അതിനുശേഷം ഈ ഭർത്താവിന് ദീക്ഷിത്തിന് സ്വന്തം ഭാര്യയെ പലപ്പോഴും സംശയമായിരുന്നു എന്ന് പറയുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാത്രി ഭാര്യയ്ക്ക് ചില ശാരീരികമായ അസ്വസ്ഥതകളുണ്ടെന്ന് പറഞ്ഞ് ദീക്ഷിത്ത് ആശുപത്രിയിലേക്ക് പോകുന്നു. വൈഷ്ണവിയുടെ ബന്ധുക്കളെ, മാതാപിതാക്കളെ ഉൾപ്പെടെ കാര്യം വിളിച്ചറിയിച്ചിരുന്നു ചില ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെന്ന്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും വൈഷ്ണവി അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് മരണം സംഭവിക്കുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ ഇതൊരു അസ്വാഭാവിക മരണം എന്ന രീതിയിലൊന്നും, ആ രീതിയിൽ മാത്രമാണ് കരുതിയത്. ഒരു കൊലപാതകമാണെന്ന ഒരു സംശയമില്ലായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമാണെന്ന് വ്യക്തമായത്. എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ അനുമോദ്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഈ ദീക്ഷിത്തിന് ഈ വൈഷ്ണവിയെ സംശയമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ്. വൈഷ്ണവി മറ്റാരുടെയൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൗഹൃദങ്ങളുണ്ടോ, അങ്ങനത്തുള്ള സംശയങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ തർക്കമൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ദിവസം വൈഷ്ണവി വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം അവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ സംശയമാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതും അത് വാക്കുതർക്കത്തിലേക്കും ഒരുപക്ഷെ അത് അതിരുകവിഞ്ഞ് ഈ ഒരു കൊലപാതകം വരെ എത്തിയത് ഈ ഒരു സംശയമാണ് അതിൻ്റെ കാരണമായിട്ട് പോലീസ് പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടുവന്നു എന്ന് മാത്രമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ മരിച്ചത് ശ്വാസം മുട്ടിയാണെന്നും ഇത് കൊലപാതകമാണെന്നും മനസ്സിലായത്. തുടർന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു കൊലപാതകത്തിൽ നയിച്ചതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാരണം ദീക്ഷിത്തിനുണ്ടായിരുന്ന സംശയരോഗം തന്നെയാണ് എന്ന് തന്നെ വേണം കരുതുവാൻ. നമുക്കറിയാം, ഈ ഒരു സംശയരോഗം പല കുടുംബങ്ങളെയും തകർക്കുന്നതും അതുപോലെ തന്നെ പല ബന്ധങ്ങളും ഇല്ലാതാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അതിനപ്പുറത്തേക്ക് കിടന്ന് ഒരു ജീവൻ വരെ നഷ്ടമാവുന്ന സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. 1.5 വർഷം മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നത്. ആ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഇത്രയും അതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. വെറും 1.5 വർഷം മാത്രമുള്ള ദാമ്പത്യ ജീവിതം, അതിനിടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഈ വൈഷ്ണവിയെ ഭർത്താവ് മാനസികമായി ശാരീരികമായി ഉപദ്രവിച്ചിരുന്നോ? ഈ കുടുംബത്തിന് ഈ വൈഷ്ണവിയുടെ ബന്ധുക്കൾ എന്താണ് പറയുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചൂഷണം ഈ ഭർത്താവിൽ നിന്നും യുവതി കേൾക്കേണ്ടി വന്നിരുന്നോ? ഇതേക്കുറിച്ച് ബന്ധുക്കളെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇക്കാര്യങ്ങളൊന്നും പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അവരൊക്കെ ഇതിൻ്റെ ഒരു ഞെട്ടലിലാണ്. കാരണം ഈ ഇത്തരത്തിലൊരു ദുർവിധി അവരാരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഏത് ദാമ്പത്യത്തിൻ്റെ ഇടയിലും ആദ്യം വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ ചില സൗന്ദര്യപണങ്ങളും പിണക്കങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊന്നും ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കൽ പോലും ആരും കരുതിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളിൽ നിന്ന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടായിട്ടുണ്ടെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ അതേക്കുറിച്ച് കൂടുതലൊന്നും തുറന്നു പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഈ ഒരു കുടുംബം എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവരൊക്കെ തന്നെ ഈ ഒരു മരണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മോചിതരായിട്ടില്ല. പക്ഷേ ഇതൊരു കൊലക്കേസിൽ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും കുടുംബത്തിന് പറയാനുണ്ടാകുമെന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം ഈ നേരത്തെയും ഈ ഒരു കുട്ടി ചില പ്രശ്നങ്ങളെ തുടർന്ന് മാറി നിൽക്കുന്ന ഒരു
സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുവാൻ ബന്ധുക്കളൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരിക്കും, കുടുംബാംഗങ്ങൾ ഇടപെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമായിരുന്നില്ല. അത് ഈ ഒരു സംശയരോഗം അല്ലെങ്കിൽ സംശയം ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ നീങ്ങി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കേട്ടോ? തീർച്ചയായും. കാരണം ദീക്ഷിത്തിൻ്റെ വീട്ടിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കാറിൽ വെച്ച് ആണോ ഈ ശ്വാസം മുട്ടിച്ച് യുവതിയെ കൊലപ്പെടുത്തിയത്, അതോ വീട്ടിൽ വെച്ച് ഉണ്ടായ പ്രശ്നങ്ങൾ, വീട്ടിൽ വെച്ച് ഈ യുവതിയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുന്നു, അതിനിടെ ഉണ്ടായ അല്ലെങ്കിൽ വാക്കുതർക്കത്തിനിടുണ്ടായ ഒരു പ്രകോപനം കൊലപാതകമായി, അതായത് വീട്ടിൽ വെച്ച് തന്നെ കൊലപാതകം നടത്തി എന്നാണോ കരുതുന്നത്? അങ്ങനെയാണ് പ്രാഥമികമായിട്ട് അറിയുന്ന സൂചനകളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു ആധികാരികമായിട്ടുള്ളൊരു കാര്യങ്ങളിൽ പോലീസ് പറയുന്നില്ല. കാരണം അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന തരത്തിലേക്കാണ്. വാക്കുതർക്കം ഉണ്ടായിരുന്നു. വാക്കുതർക്കം സ്വാഭാവികമായിട്ടും അത് ഇത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്കോ ഇങ്ങനെ ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്കോ മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നിട്ടില്ല. ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഇക്കാര്യം മറ്റുള്ളവർ, ഈ വീട്ടുകാരൊക്കെ തന്നെ അറിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഈ കുട്ടിയുടെ ജീവൻ നഷ്ടമായിരുന്നു. അതായത് ആ ഒരു സംഘർഷ സമയത്ത് തന്നെ ഈ കുട്ടിയുടെ ജീവൻ അപായത്തിലായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചത് ഒരു പക്ഷേ മരിച്ചിട്ടാണോ അതോ ഇനി മറ്റൊരു പ്രശ്നം ഉണ്ടാകാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ എന്ന കാര്യങ്ങളൊക്കെ ഇനിയും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ജീവൻ പോയത് യാദൃശ്ചികമായിട്ടാണ് അല്ലെങ്കിൽ മനഃപൂർവ്വമല്ല എന്ന് കാണിക്കുവാൻ ഒരുപക്ഷെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളാക്കിയിട്ട് ഉയരുന്നുണ്ട്. അതോ ഇതൊരു കയ്യബദ്ധമായിരുന്നു എന്ന ചോദ്യവും ഉണ്ട്. എന്നാണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതേക്കുറിച്ചുള്ള ഈ ഒരു നടപടിക്രമങ്ങളും അന്വേഷണമൊക്കെ ആദ്യഘട്ടത്തിലായതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നുണ്ട്. നമുക്ക് ആധികാരികമല്ലാത്തൊരു കാര്യം ഒരു മരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നതല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. നമുക്ക് വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേട്ടോ? തീർച്ചയായും. എന്തായാലും മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ദീക്ഷിത് തന്നെയാണ് ഭാര്യ വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. അനുമോദ്, ഈ സംഭവത്തെക്കുറിച്ച് ഈ ദീക്ഷിത്തിൻ്റെ വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നോ? അവർ ഈ സംഭവം മറച്ചു വെച്ചതാണ്. കാരണം ഈ യുവതി മരിച്ച് രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നതും കൊലയാളി ഭർത്താവ് ദീക്ഷിത് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നതും. തീർച്ചയായും ആദ്യം ഈ കുട്ടിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അങ്ങനെ കൊണ്ടുവന്നു എന്ന് മാത്രമായിരുന്നു ആദ്യം ആശുപത്രിയിലേക്ക് നൽകിയ മൊഴി. മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെ പ്രതികരണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് ഇന്നലെ പുലർച്ചെ വൈഷ്ണവി പറഞ്ഞ സ്ത്രീ അബോധാവസ്ഥയിൽ കിടന്ന് ഹോസ്പിറ്റലിലെത്തി ബ്രോഡ് ഡെഡ് ആയിട്ടുള്ളൊരു കേസായിരുന്നു. അത് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഫോറൻസിക് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദറിങ് ആയിട്ട് ഉള്ള സംഭവമാണെന്ന് തെളിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. യെസ്, അനുമോദ്, എന്തായാലും വീട്ടുകാർക്ക് ദീക്ഷിത്തിൻ്റെ ബന്ധുക്കൾക്ക് ഇതിൽ അറിവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡിവൈഎസ്പിയുടെ വാക്കുകളിൽ നിന്നും അതല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഒരു പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ തമ്മിലുണ്ടായ ഒരു വാക്കുതർക്കം അത് ഈ തരത്തിലൊരു സംഘർഷത്തിലേക്കും അതേപോലെ തന്നെ കയ്യകളിലേക്ക് പോവുകയും ഒരു നിമിഷത്തെ പ്രകോപനത്തിൽ ഇയാൾ ഒരുപക്ഷെ ചെയ്തതാകാം എന്നൊരു സൂചന, അതാണ് പോലീസിൻ്റെ വാക്കുകളിലുള്ളത്. പക്ഷേ ഇതൊരു കരുതിക്കൂട്ടിയുള്ള മർഡർ ആണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ, അതായത് ഇവരെ കൊല്ലണം എന്ന് വിചാരിച്ച ആ ഒരു ഉദ്ദേശത്തോടെ ആണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. ഒരു പക്ഷേ എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ
കാര്യങ്ങൾ അല്ലെങ്കിൽ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്, എത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പലപ്പോഴും മുൻപുണ്ടായ പല വാർത്തകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു പെൺകുട്ടികളുടെ വീട്ടുകാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ അതോ അവർ പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ചില വിഷയങ്ങളൊക്കെ കൈവിട്ടു പോകുന്നതെന്ന്. കാരണം വേണ്ട സമയത്ത് ഒരു പിന്തുണ ഈ കുട്ടിക്ക് ലഭിച്ചിരുന്നു, കുട്ടി ആവശ്യപ്പെട്ടിരുന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പലപ്പോഴും ഒരു ആത്മഹത്യയിലേക്കോ കൊലപാതകത്തിലേക്കോ എത്തിയ ശേഷമാണ് ഈ വിഷയം മുൻപ് നമുക്ക് ഇടപെടാമായിരുന്നു എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെയാണ് അറിയേണ്ടതായിട്ടുള്ളത്. എന്തുതന്നെയാണെങ്കിലും ഒരു സംശയം എന്നുള്ളത് ഒരു ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും അവരുടേതായ രീതിയിൽ ചിന്തിച്ച് മാറിപ്പോകാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ജീവൻ നഷ്ടമാവുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങളുടെ എത്തി എന്നുള്ളതാണ് ഈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമായിട്ടുള്ളത്. ടോം. യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.